ഡൊണാൾഡ് ട്രംപിനെ പോലെ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കും ഭരണം നഷ്ടമാവുമെന്ന അമേരിക്കയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പായ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയുടെ പ്രവചനം. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന സംഘടനയുടെ അംഗവും ഹോളിവുഡ് താരവും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോൺ കുസാക്കാണ് ഇത്തരത്തിലൊരു പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ കർഷക സമരം കൂടുതൽ ശക്തിയാർജിക്കവെയാണ് കുസാക്കിന്റെ ഈ പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. 2005 മുതൽ അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ ഇടപെടലുകളെ പറ്റി പഠനം നടത്തുന്ന വ്യക്തി കൂടിയാണ് ജോൺ കുസാക്ക്. 2014 ഇസ്രായേൽ ഗാസ പോരാട്ടത്തിൽ ഫലസ്തീനെ പിന്തുണച്ചതോടെയാണ് ജോൺ കുസാക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ കുസാക്ക് മോദിയുടെയും നാസി ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറുടെയും ഒരു കൊളാഷ് ട്വീറ്റ് ചെയ്തതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴാണ് മോദിയുടെയും നാസി ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറുടെയും കൊളാഷ് കുസാക്ക് ട്വീറ്റ് ചെയ്തത്. ഇത്തരത്തിൽ ആഗോളതലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുന്ന ജോൺ കുസാക്കാണ് ഇന്ത്യയിൽ മോദിക്ക് ട്രംപിന്റെ അതേ ഗതി വരുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. കോൺ എയർ, 2012, ഐഡന്റിറ്റി, അമേരിക്കൻ സ്വീറ്റ് ഹാർട്ട്സ് തുടങ്ങി ജനപ്രിയ സിനിമകളിലും കുസാക്ക് അഭിനയിച്ചിട്ടുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നാസി എന്ന് കുസാക്ക് പരാമർശിച്ചതും വലിയ ചർച്ചകൾക്കാണ് അന്ന് വഴിവെച്ചത്. RSSുമായി ബന്ധമുള്ള US-ലെ ഗ്രൂപ്പുകളെ കുറിച്ചും രംഗത്ത് വന്ന വ്യക്തി കൂടിയാണ് ജോൺ കുസാക്ക്. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം നടന്ന ദില്ലി കലാപത്തിനിടെ കുസാക്ക് അക്രമത്തെ ഫാസിസം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ഫാസിസമാണ്. ട്രംപും മോദിയും സ്വയം അധികാര കേന്ദ്രങ്ങളാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ദില്ലിയിൽ അടിച്ചമർത്തൽ വിപുലമാകുന്നു. അപമാനവും ഭീകരതയുമല്ലാതെ കൈവരിക്കാനാകാത്ത ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നാണ് കുസാക്ക് അന്ന് ട്വീറ്റ് ചെയ്തത്. നേരത്തെ അമേരിക്കയിൽ ബൈഡന്റെ ടീമിലുണ്ടായിരുന്ന 2 RSS BJP അനുകൂലകരെ പുറത്താക്കാനുള്ള നീക്കങ്ങളും നടത്തിയത് ജോൺ കുസാക്ക് അംഗമായ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന സംഘടനയാണ്. സോണൽ ഷാ, അമിത് ജാനി എന്നീ RSS അനുകൂല ആശയങ്ങളുള്ളവരെയാണ് ബൈഡൻ തന്റെ ടീമിൽ നിന്ന് പുറത്താക്കിയത്. അമേരിക്കയിൽ സജീവമായ ഇന്തോ അമേരിക്കൻ സംഘടനകളാണ് ഇരുവരുടെയും RSS BJP ബന്ധം പുറത്തുവിട്ടത്. ഇത്തരത്തിൽ ഇവരുടെ RSS ബന്ധം പുറത്തുവിട്ട ഒരു സംഘടനയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക. RSS BJP ബന്ധമുള്ളവരെ ഉൾക്കൊള്ളുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് എന്നും ഡെമോക്രാറ്റുകൾ. ഹിന്ദുത്വ പദ്ധതികളെ എതിർക്കുന്ന സംഘടനകളുടെ നിരന്തരമായ എതിർപ്പും അത്തരം ആളുകളെ ഉൾപ്പെടുത്തിയതിന്റെ പരിമിതിയുമാണ് അമേരിക്കയിൽ 2 RSS BJP അനുകൂലകരെ പുറത്താക്കാനുള്ള കാരണം. പ്രസൻ കുൽക്കർണി, തുൽ ഷദാബ് തുടങ്ങിയവരുടെ പരാജയത്തിന് ഇൻഡോ അമേരിക്കൻ സംഘടനകളുടെ കടുത്ത എതിർപ്പ് കാരണമായിരുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ബൈഡന്റെ യൂണിറ്റി ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായിരുന്ന സോണാൽ ഷാ ഓവർസീസ് ഫ്രണ്ട് ഓഫ് BJP USA-യുടെയും സംഘപരിവാർ പിന്തുണയോടെ നടത്തപ്പെടുന്ന ഏഗൾ വിദ്യാലയയുടെ നേതാക്കളിൽ ഒരാളുടെ മകളാണ്. ജാനിയുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJPയുമായും അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബൈഡൻ ടീമിൽ നിന്ന് പുറത്താക്കിയത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.